നമസ്കാരം. ഞാൻ നന്ദനൻ പിള്ള. എൻ്റെ 19ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇപ്പോൾ എടുക്കാനുണ്ടായ സാഹചര്യം നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ആവശ്യത്തിലേക്ക് എക്സ്പ്ലോസീവ് ഐറ്റംസ് ശരിയാക്കിക്കൊണ്ടിരുന്ന സ്ഥലത്തുണ്ടായ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇന്ത്യയിൽ നിലവിലുള്ള ഒരു നിയമപ്രകാരവും കേരളത്തിലെ ഏതെങ്കിലും ഒരു മതസ്ഥാപനത്തിലോ മതസ്ഥാപനത്തിൻ്റെ പരിസരത്തോ വെച്ച് ഒരു ഫയർ എക്സിബിഷൻ നടത്താനുള്ള സാഹചര്യം നിലവിലില്ല. അത് മോസ്കെന്നോ ചർച്ചെന്നോ ഏതെങ്കിലും ദേവാലയമെന്നോ നമ്മൾ വേർതിരിച്ച് കാണേണ്ട ആവശ്യകതയും ഇല്ല. ഇപ്പോൾ എക്സ്പ്ലോസീവ് റൂളായാലും എക്സ്പ്ലോസീവ് ആക്റ്റ് ആയാലും പൊല്യൂഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട നിയമമായാലും നോയിസ് കൺട്രോളുമായി ബന്ധപ്പെട്ട റൂൾസ് ആയാലും ശരി, സുപ്രീം കോടതി ഇറക്കിയിട്ടുള്ള 415/2005 ഡേറ്റഡ് 18/7/2005 ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവ് കോട്ട് ചെയ്ത് ഇറക്കിയിട്ടുള്ള 18/2007 സർക്കുലർ ഉൾപ്പെടെയുള്ള നിയമങ്ങൾ വെച്ച് കേരളത്തിലെ ഒരു ആരാധനാലയത്തിലും, അടിവരയിട്ട് പറയുകയാണ്, ഒരു ആരാധനാലയത്തിലും നിയമാനുസരണം ഒരു ഫയർ എക്സിബിഷൻ നടത്താനുള്ള സാഹചര്യം നിലവിലില്ല. ഒരു ഫയർ ഡിസ്പ്ലേ നടത്തണമെങ്കിൽ 27 കണ്ടീഷൻസാണ് നിലവിൽ നിയമപ്രകാരം പറയുന്നത്. ഈ 27 കണ്ടീഷൻസ് കൂടാതെ റൂളിൽ പറയുന്ന 103 റൂളിൽ 100 മീറ്റർ പരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ആരാധനാലയത്തിനും ഒരു ഫയർ ഡിസ്പ്ലേ നടത്താൻ കേരളത്തിൽ സാഹചര്യമില്ല എന്നുള്ളത് അടിവരയിട്ട് പറയുകയാണ്. അത് ലംഘിച്ചാണ് ഈ സംസ്ഥാനത്തുടനീളം ആരാധനാലയങ്ങളിൽ ഫയർ ഡിസ്പ്ലേ നടക്കുന്നത്. അത് നമ്മൾ തൃശ്ശൂരെന്നോ പാലക്കാട് എന്നോ തിരുവനന്തപുരമെന്നോ ജില്ലകൾക്ക് യാതൊരുവിധമായ പരിഗണനയും ഏതെങ്കിലും ക്ഷേത്രത്തിലുള്ള സൗകര്യം ഉണ്ട് എന്നൊക്കെ ചിലർ അവകാശപ്പെടുന്നെങ്കിലും നിയമപ്രകാരം ഒരു ക്ഷേത്രത്തിലും ഇത് നടത്താൻ പറ്റത്തില്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു സാഹചര്യമാണ്. ഇനി ഇത് നടപ്പിലാക്കുന്നതിൽ ജില്ലാ ഭരണകൂടത്തിനും പോലീസിനും ഉണ്ടായ പിഴവ് കൊണ്ടാണ് സംസ്ഥാനത്ത് ഈ 2000-ന് ശേഷം ഈ 25 വർഷം ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ ഏതാണ്ട് 200-ലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ നിയമം ശരിയായ വിധയിൽ റൂൾസ് നടപ്പിലാക്കുന്നതിൽ നമ്മുടെ ഭരണകൂടം ദയനീയമായിട്ട് പരാജയപ്പെട്ടതിൻ്റെ ആത്യന്തിക ഫലമായിട്ടാണ് ഇത്രയും ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇത് ഏതെങ്കിലും ഒരു ആചാരത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ പേരിലാണെന്ന് പറയുന്നത് ഒരു ഭൂലോക തട്ടിപ്പാണ്. അതിൻ്റെ ഭാഗമായിട്ട് പോലീസും ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, നമ്മളെ റവന്യൂ അധികാരികൾ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ ഭരണകർത്താക്കളും ഇതൊരു ആചാരത്തിൻ്റെ ഭാഗമാണ്, അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു തന്ത്രിയോ ഏതെങ്കിലും ഒരു ജ്യോതിഷനോ ഒന്നും നാളെ വരെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഏതെങ്കിലും ആവശ്യവുമായി ബന്ധപ്പെട്ട ഒരാൾ വെടിക്കെട്ട് നടത്തണമെന്ന് ആവശ്യപ്പെട്ടതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു കമൻ്റായിട്ട് ഇട്ടേക്ക്, നമുക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു വിഷയമാണ്. ഇനി പോലീസ് വിചാരിച്ചാൽ, അതല്ലെങ്കിൽ ഒരു നട്ടലുള്ള ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഒരു കാരണവശാലും ആ ആടെ ഓഫീസ് അറിഞ്ഞുകൊണ്ട് ഒരു വെടിക്കെട്ട് നടക്കത്തില്ല. അതിന് ദൃഷ്ടാന്തമാണ് ഞാൻ ഈ മലപ്പുറം ഭരണഭാഗം DYSP ആയിട്ട് പോയിരുന്നു. പോകാനുണ്ടായ സാഹചര്യം ഹാരിസണുമൊക്കെ ബന്ധപ്പെട്ട അന്വേഷണമൊക്കെയാണ്. നേരത്തെ തന്നെ ഞാനത് സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ നിയമസഭയിൽ തന്നെ അന്നത്തെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് എൻ്റെ സേവനം വളരെ പെട്ടെന്ന് മലപ്പുറത്ത് വേണമെന്ന് കണ്ടാണ് എന്നെ അങ്ങോട്ട് മാറ്റിയതെന്നാണ്. എന്തായാലും ശരി, 6 മാസം എന്നെ അവിടെ ഇരിക്കാൻ അനുവദിച്ചില്ല. കാരണം ഈ വെടിക്കെട്ട് തന്നെയാണ് അതിന് ചെറിയ കാരണം. ഞാൻ അവിടെ ചെന്ന് ചാർജ് എടുത്ത ശേഷം വെടിക്കെട്ടിനുള്ള അപേക്ഷകൾ വന്നു. ഒരു പരിധിവരെ ഈ നിയമങ്ങളും റൂൾസും ഒക്കെ അറിയാവുന്ന ഞാൻ ഈ നിയമങ്ങളും റൂൾസും കോട്ട് ചെയ്ത് അനുമതി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം കാണിച്ച് നോട്ട് കൊടുക്കുകയും
അന്നിരുന്ന ജില്ലാ പോലീസ് മേധാവിമാർ അത് അംഗീകരിച്ച പ്രകാരം മലപ്പുറം ജില്ലയിൽ വെടിക്കെട്ടൊന്നും നടന്നിട്ടില്ല ആ കാലഘട്ടത്തിൽ. എന്നാൽ മറ്റ് ചില ഇടപെടലുകൾ അതിനകത്ത് വന്നു. സാധാരണ ഭരണവിഭാഗം DYSP ആയ എന്നെ രാഷ്ട്രീയക്കാരും വിളിക്കേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. എങ്കിൽ പോലും അന്ന് ചില മന്ത്രിമാരൊക്കെ വിളിച്ചായിട്ട് ഞാൻ ഓർക്കുന്നു, ഈ വിഷയം എൻ്റെ അടിക്ക് ഉന്നയിച്ചു. അപ്പം ഞാൻ അവരോട് പറഞ്ഞ ഇതാണ്, ഇത് ഏതെങ്കിലും രീതിയിൽ നടത്തണമെന്നുണ്ടെങ്കിൽ സർക്കാർ സംവിധാനത്തിനെ നടത്താൻ പറ്റത്തുള്ളൂ. കാരണം ഈ നിലവിലുള്ള ഏതെങ്കിലും നിയമപ്രകാരം വെടിക്കെട്ട് നടത്താനുള്ള സാഹചര്യം ഉത്തരവുകൾ പ്രകാരം പോലീസിന് അനുവദിക്കാവുന്ന സാഹചര്യമല്ല നിലവിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഗവൺമെൻറ് ഉത്തരവിൽ ഭേദഗതി വരുത്തിയോ അല്ലാതെയോ ആചാരങ്ങളുടെ ഭാഗമായിട്ടാണ് നടത്തണമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിലൊരു ഇളവ് അനുവദിച്ച് ഉത്തരവുണ്ടാകണം. അപ്പം പിന്നെ ആർക്കും അത് കോട്ട് ചെയ്യാൻ പറ്റില്ല. ഈ 27 ഫയർ എക്സിബിഷൻ കണ്ടീഷൻസിൽ അത് ക്ഷേത്രങ്ങൾക്ക് ബാധകമല്ല, അല്ലെങ്കിൽ പള്ളികൾക്ക് ബാധകമല്ല, അല്ലെങ്കിൽ ചർച്ചുകൾക്ക് ബാധകമല്ല, അല്ലെങ്കിൽ ആരാധന ആലയങ്ങൾക്ക് ബാധകമല്ല എന്നൊരു ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഉദ്യോഗസ്ഥന് അത് കോട്ട് ചെയ്ത് പിന്നെ അത് മുടക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഏതായാലും ശരി, ഈ നിയമസഭയിൽ പത്തനംതിട്ട റാന്നി MLA ഒരു ചോദ്യത്തിനാണ് എൻ്റെ സേവനം ആവശ്യമെന്ന് കണ്ട് മലപ്പുറത്തേക്ക് മാറ്റിയതെന്ന് പെട്ടെന്ന് തന്നെ എന്നെ അവിടുന്ന് വടകരയ്ക്ക് മാറ്റി. അതിന് ചെറിയ കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്. കാരണം നമ്മുടെ ഭരണ സംവിധാനം ആഗ്രഹിക്കുന്നത് ഉത്തരവുകളില്ലാതെ പുറംവാതിൽ വഴി ആളുകളെ സ്വാധീനിച്ച് ഇമാതിരി പണികൾ ചെയ്യിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യിക്കാനാണ് രാഷ്ട്രീയ നേതൃത്വം എപ്പോഴും താല്പര്യപ്പെടുന്നത്. അപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ പറയാം, ഇവിടെ ഉത്തരവുണ്ട്, നിയമമുണ്ട്. ഈ പോലീസ് ആസ്ഥാനത്ത് ഈ ഉത്തരവുകളൊക്കെ ഇറക്കിയിരിക്കുന്നത് എന്തിനാണ്? അതും കൈ കഴുകാൻ വേണ്ടിയാണ്. ഈ ഇറക്കിയ ഏതെങ്കിലും ഒരു ഉത്തരവ് നട്ടലോടുകൂടി നടപ്പിലാക്കാൻ ഇത് ഏതെങ്കിലും ഒരു ഏമാമാർ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ആളുകളുടെ ജീവൻ ഇങ്ങനെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവത്തില്ല. ഇറക്കിയ ഒരു ഉത്തരവും നിയമവിരുദ്ധമല്ല. എല്ലാ ഉത്തരവുകളും നിയമപരമായിട്ട് ഈ പറയുന്ന രീതിയിൽ കേരളത്തിലൊരു ക്ഷേത്രത്തിലൊരു ഫയർ എക്സിബിഷൻ നടത്താനുള്ള ഒരു സാഹചര്യവും ഈ ഒരു നിയമപ്രകാരവും ഇല്ലാതിരിക്കെ ഈ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ അനാസ്ഥ ഈ കാര്യത്തിലുണ്ടായിട്ടുണ്ട്. ഇവരിറക്കിയ ഉത്തരവുകൾ കാണാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഉത്തരവിറക്കുന്നത്? കുറ്റിങ്ങൽ വെടിക്കെട്ട് കഴിഞ്ഞപ്പോഴും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പോലീസ് ആസ്ഥാനത്തു നിന്നും ഗവൺമെൻറ്റിൽ നിന്ന് ഉത്തരവിറങ്ങിയിട്ടുണ്ട്. ഇനി ഈ തൃശ്ശൂർ ഇപ്പോൾ നടന്ന സംഭവങ്ങൾക്ക് പുറകെ ഇനി ഒരു ഉത്തരവ് വരും. ഈ ഉത്തരവ് നടപ്പിലാക്കാനുള്ള നട്ടലോ ശേഷിയോ ഈ സംവിധാനത്തിനില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം അനുവദിക്കത്തില്ല. അപ്പോൾ നട്ടലോ സംവിധാനം ഇല്ല എന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, ചെയ്താൽ അവരെ ട്രാൻസ്ഫർ ചെയ്യും. ഞാൻ ഇതിൽ എന്നെ മാറ്റിയത് വടകര ഭരണവിഭാഗം DYSP ആയിട്ടാണ്. അവിടെ ചെന്നപ്പോൾ ഈ വിഷയം ഉയർന്നു. ക്ഷേത്രങ്ങളിലെ വെടിക്കെട്ട് മാർച്ച് ഏപ്രിൽ മാസമാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. സ്വാഭാവികമായിട്ടും അപേക്ഷകൾ വന്നു. ഞാൻ ഗവൺമെൻറ് ഉത്തരവുകളും ആക്റ്റും കോട്ട് ചെയ്ത് അനുമതി നിഷേധിക്കാനായിട്ട് ഫയൽ വെച്ചു. ജില്ലാ പോലീസ് മേധാവിക്ക് അത് അംഗീകരിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ തൊട്ടടുത്ത ഒരു ക്രൈം കോൺഫറൻസിന് ഒരു DYSP, അന്നത്തെ താമരശ്ശേരി DYSP ആണ്, അദ്ദേഹം നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, വ്യക്തിപരമായിട്ട് നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം എഴുന്നേറ്റ് ഈ വിഷയം പറഞ്ഞു. ഒരു SI, അതിനുശേഷം ഒരു സർക്കിൾ ഇൻസ്പെക്ടർ, അതിനുശേഷം ഒരു DYSP, അതിനുശേഷം DPOയിലെ ഒരു ക്ലർക്ക്, അതിനുശേഷം DPOയിലെ ഒരു JS റെക്കമെൻഡ് ചെയ്ത് വരുന്ന ഈ ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വെടിക്കെട്ടിൻ്റെ ശുപാർശ അഡ്മിനിസ്ട്രേഷൻ DYSP മുടക്കുന്നു. ഇതിൽ SP ഇടപെടണം എന്നാവശ്യപ്പെട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് കൃത്യമായിട്ടൊരു മറുപടി അപ്പോൾ തന്നെ കൊടുത്തു. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരുള്ളത്. ഈ പറയുന്ന ആചാരവും അനുഷ്ഠാനവും പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ അതിന് പരിഗണന വേണം എങ്കിൽ ഗവൺമെൻറ് തലത്തിൽ ഉത്തരവിറക്കിയാൽ മതി. താങ്കളോ ഞാനോ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയോ ഈ വിഷയം ഉന്നയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ള ഉത്തരവുകൾ പ്രകാരമാണ് എൻ്റെ സ്റ്റാൻഡ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപ്രകാരമാണ് ജില്ലാ പോലീസ് മേധാവി ഈ അനുമതി നിഷേധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വിഷയം അവിടെ തീർന്നില്ല. പിന്നീട് ഞാൻ കാസർഗോഡെത്തി. അവിടെയും ഈ വിഷയം ഉണ്ടായി. അത് ക്ഷേത്രം തന്നെ പറയാം, മധൂർ ടെമ്പിളിലാണ് ഈ വിഷയം ഉണ്ടാകുന്നത്. ഈ പറയുന്ന പോലെ CIയും DYSPയും ഈ പറയുന്ന സെക്ഷൻ ക്ലർക്കും ജൂനിയർ സൂപ്രണ്ടും ഒക്കെ
ഫയലിൽ റെക്കമെൻഡ് ചെയ്തു. വർഷങ്ങളായിട്ട് നടക്കുന്ന ആചാരമാണ്, മുടക്കാൻ പറ്റില്ല, അനുമതി കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഗവൺമെൻറ് ഉത്തരവുകളും ഈ പറയുന്ന നിയമങ്ങളും സുപ്രീം കോടതി വിധികളും കോട്ട് ചെയ്ത് ഞാൻ കൊടുക്കാൻ പറ്റില്ല എന്ന് അന്നത്തെ ജില്ലാ പോലീസ് മേധാവിക്ക് ശുപാർശ കൊടുത്തു. KG സൈമൺ സാറായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം അത് ശരിവെച്ചുകൊണ്ട് കളക്ടർ കത്ത് കൊടുത്തു. നിയമാനുസരണം ഇത് നടത്താൻ കഴിയില്ല എന്നും അക്കാര്യത്തിൽ പോലീസിന് അനുകൂലിക്കാൻ കഴിയില്ല എന്നും കാണിച്ച് കത്ത് കൊടുത്തു. ഇതിനെ നമ്മളെ പോലീസ് തന്നെ അട്ടിമറിക്കുകയാണ്. ഞാൻ ഈ ഇരുന്ന 3 ജില്ലകളിലും എൻ്റെ പീരീഡിൽ ജില്ലാ പോലീസിൻ്റെ അനുമതിയോടുകൂടി ഒരു ഫയർ എക്സിബിഷൻ നടന്നിട്ടില്ല. എന്നാൽ എനിക്ക് പിൻപും നടന്നിട്ടുണ്ട്. ഞാൻ ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറിയതിന് ശേഷം ഈ 3 ജില്ലകളിലും നടന്നിട്ടുണ്ട് എന്നുള്ളത് അതീവ ഗൗരവതരമാണ്. മാത്രവുമല്ല അതൊരു ഭരണകൂട ഭീകരത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന. കാരണം ഈ ഉത്തരവ് എന്തിനാണ് ഇറക്കിയിരിക്കുന്നത്? അല്ലെങ്കിൽ ഈ ഉത്തരവിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഈ കാസർഗോട്ടെ സംഭവം ഞാൻ പറയാം. തൊട്ടടുത്ത ദിവസം തന്നെ രാവിലെ നോട്ട് റെക്കമെൻഡ് ചെയ്ത് കത്ത് പോകുന്നു. കത്ത് പോയതറിഞ്ഞ് ക്ഷേത്രഭാരവാഹികൾ ഇമ്മീഡിയറ്റായിട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ വരുന്നു. അവർ വന്ന ഉടനെ തന്നെ SP എന്നെയും വിളിപ്പിച്ചു. പക്ഷേ ഞാൻ അകത്ത് കയറുന്നതിന് മുമ്പ് തന്നെ SP അവരുടെ കയ്യിൽ നിന്നൊരു പരാതി ഈ കാര്യത്തിൽ പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞൊരു പരാതി സ്വീകരിച്ച് കൈവച്ചിട്ടുണ്ട്. അത് തിരിച്ചു കൊടുക്കാനായിട്ട് പറയുന്നത് എൻ്റെ ഒരു ഔന്നത്യം അനുവദിച്ചില്ല. യഥാർത്ഥത്തിൽ അത് അങ്ങനെ ഒരു പരാതി അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പോലീസിന് അധികാരമില്ല. ഈ പരവൂരിലെ വെടിക്കെട്ടിലും നടന്ന ഒരു സംഭവം തെറ്റാണ്, പോലീസിൻ്റെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ചയാണിത്. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമുള്ള ആപ്ലിക്കേഷൻ സ്വീകരിക്കാൻ കോമ്പിറ്റൻ്റ് അതോറിറ്റി ജില്ലാ കളക്ടറാണ്. ഒരു കാരണവശാലും അങ്ങനെ സംബന്ധിച്ചൊരു അപേക്ഷ സ്വീകരിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് അധികാരമില്ല. ഈ കൊല്ലത്ത് പരവൂർ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടും സമാന സംഭവം ഉണ്ടായി. ആദ്യം നിഷേധിച്ച് കത്ത് കൊടുത്തു. രണ്ടാമത് പരാതി സ്വീകരിച്ചു പോലീസ്. അതിൽ അന്വേഷണങ്ങൾ നടത്തി പിന്നീട് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തു. അവിടെയാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അന്നത്തെ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും 2 തട്ടിലാവുന്നതും. അതങ്ങ് ഉയർന്ന തലത്തിൽ ഹോം സെക്രട്ടറിയും DGPയും തന്നെ ആ വിഷയത്തിൽ 2 തലത്തിലായിരുന്നു. ഞാൻ അന്ന് ഇൻ്റലിജൻസ് DYSP ആണ്. ഈ വിവരങ്ങൾ എനിക്ക് അറിയാവുന്ന ആളുമാണ്. അപ്പം ഞാനിവിടെ പറഞ്ഞതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിറ്റേന്ന് രാവിലെ ഇവർ വന്ന് നമ്മളെ കണ്ടു. ഈ പരാതി നമ്മൾ ഇടപെടാൻ പറ്റില്ല എന്ന് ഞാൻ SP-യോട് പറയുന്നു. SP അനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ SP-യോട് ഞാൻ പറഞ്ഞത് ലെറ്റർ സെക്ഷനിൽ കൊടുക്കരുത്, ഇപ്പം തന്നെ ഒരു കവറിങ് ലെറ്റർ വെച്ചിട്ട് ക്യാമ്പിൽ നിന്ന് തന്നെ SP-യുടെ ക്യാമ്പിൽ നിന്ന് തന്നെ ഒരു കവറിങ് ലെറ്റർ വെച്ച് മെസ്സഞ്ചറെ വിളിച്ച് പെട്ടെന്ന് തന്നെ കളക്ടറേറ്റിൽ ഈ കത്തെത്തിച്ചു. കാരണം പോലീസിന് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പരാതി അല്ല എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമുള്ള ഒരു പരാതി. അത് തീരുമാനം എടുക്കാനാണ് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ മറുപടി കൊടുക്കണം. അതാണ് നിയമം. കളക്ടറാണ് അതിൻ്റെ കോമ്പിറ്റൻ്റ് അതോറിറ്റി. പിറ്റേന്ന് രാവിലെ ADM-ൻ്റെ ചേംബറിലൊരു മീറ്റിംഗ് നടക്കുന്നു. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉള്ള ലോക്കൽ SHO ഹാജരാകുന്നു. കൂടാതെ ലോക്കൽ DYSP സുകുമാരൻ എന്നാണ് അന്നത്തെ കാസർഗോഡ് DYSP-യുടെ പേര്, പുള്ളി ഹാജരാകുന്നു. ബാക്കി ബന്ധപ്പെട്ട ആളുകളോട് ചേർന്ന് ക്ഷേത്രഭാരവാഹികളും എല്ലാം കൂടെ ചേർന്നിട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവിനെ മറികടക്കുന്നു. 15 കിലോ പൊട്ടിക്കാനായിട്ട് തീരുമാനിക്കുന്നു. പൊട്ടിക്കാൻ അനുമതി നൽകുന്നു. ഉത്തരവായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഉത്തരവിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുള്ളതാണ്. അപ്പം അതാണ് നമ്മുടെ സംവിധാനത്തിൽ നടക്കുന്നത്. ഇവർ 15 കിലോയുടെ പറവിൽ എത്ര കിലോ പൊട്ടിച്ചെന്ന് ആർക്കും അറിയില്ല. പിന്നെ എക്സ്പ്ലോസീവ് സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്നാസ്ത ഇതിലൊരു വലിയ വിഷയമാണ്. അതിൽ പ്രധാന ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഈ വടക്കൻ കേരളത്തിൽ വ്യാപകമായിട്ട് നമ്മൾ വിഷുവിനും തെക്കൻ കേരളത്തിൽ ദീപാവലിക്കും കണ്ടമാനം പടക്കം പൊട്ടിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ പൊതുജനങ്ങൾ വാങ്ങിക്കുന്ന പടക്കത്തിന് മാത്രമേ ഉള്ളൂ ലൈസൻസ് ഉള്ളവർക്ക് ലൈസൻസ് ഉള്ള ഒരാൾ വിൽക്കുന്ന ഏക വഴി. ഒരു എക്സ്പ്ലോസീവ് സാധനവും പബ്ലിക്ക് ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് വാങ്ങുന്നതല്ലാതെ മറ്റ് സാഹചര്യത്തിൽ വാങ്ങുന്ന എല്ലാ ഇടപാടുകളും ലൈസൻസ് ഉള്ള ആൾക്കാണ് വിൽക്കുന്നത്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ലൈസൻസ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് വിൽക്കാൻ പറ്റില്ല. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തീപ്പെട്ടിയുടെ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട് മാത്രമേ, തീപ്പെട്ടിക്കോലുമായി ബന്ധപ്പെട്ട മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട് മാത്രമേ പൊട്ടാസ്യം ക്ലോറേറ്റ് ഹൈ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആണ്, അതിനുമായി ബന്ധപ്പെട്ട് ഇവിടെ ലൈസൻസ് കൊടുക്കാറുള്ളൂ. കോറി പ്രവർത്തിക്കുന്നതിനോ അതല്ല എങ്കിൽ ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ ഒക്കെയുള്ള നമ്മൾ വെടി വഴിപാട് ആചാരം ഇതുമായി ബന്ധപ്പെട്ട ലൈസൻസുകളൊന്നും പൊട്ടാസ്യം ക്ലോറേറ്റ് അനുവദിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇത് സംബന്ധിച്ച്
എന്നാൽ ഞാൻ പറയുന്നു, കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളൊക്കെ ഇക്കാര്യത്തിൽ ദയനീയമായ പരാജയമാണ്. കേരളത്തിൽ ഉപയോഗിക്കുന്ന ഏറുപടക്കം മുതൽ ചെറുപടക്കത്തിൽ വരെ പൊട്ടാസ്യം ക്ലോറേറ്റിൻ്റെ സാന്നിധ്യമുണ്ട്. ഇനി ഇല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ ഞാൻ FSL റിപ്പോർട്ട് അവർക്ക് തെളിവായിട്ട് കൊടുക്കാം. ഉണ്ടെന്നുള്ള ക്രൈം നമ്പർ ഉൾപ്പെടെ ഏറുപടക്കത്തിൽ പൊട്ടാസ്യം ക്ലോറേറ്റ് ഉണ്ട് എന്ന് FSL റിപ്പോർട്ട് ചെയ്ത നേമം പോലീസ് സ്റ്റേഷനിലെ കേസ് എനിക്കറിയാം മാത്രമല്ല, ഞാൻ നേമം പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്ത സമയത്ത് നിരോധമായ ഈ സാധനം എങ്ങനെ സംസ്ഥാനത്ത് വ്യാപകമായി. ഇനി ഒരു കാര്യം കൂടെ പറയാം. കേരളത്തിൽ ബോംബ് ഉണ്ടാക്കാനായിട്ട് ആളുകൾ, നമ്മൾ ഇന്നും ബോംബ് പിടിച്ചെന്നെന്തോ കേട്ടു, കണ്ണൂരിൽ വ്യാപകമായി ബോംബുണ്ടാക്കുന്നത് ഈ നമ്മുടെ നാട്ടിൽ സാധാരണയായി കടകളിൽ കിട്ടുന്ന പടക്കം അഴിച്ച് 3-4 പടക്കത്തിൻ്റെ, വലിയ പടക്കത്തിൻ്റെ 3-4 പടക്കം അഴിച്ചെടുത്ത് അതിൽ ചേർക്കേണ്ട മറ്റ് സാധനങ്ങളോടൊക്കെ ചേർത്താണ് ബോംബുണ്ടാക്കുന്നത്. അല്ലാതെ ഇവരാരും വിദേശത്ത് പോയി ഇവിടെ ഒരു സാധനം കൊണ്ടുവരുന്നില്ല. ഈ പൊട്ടാസ്യം ക്ലോറേറ്റ് വളരെ ഹൈ എക്സ്പ്ലോസീവായ പൊട്ടാസ്യം ക്ലോറേറ്റ് കേരളത്തിൽ വളരെ സുലഭമാണ്. അത് അതിന് ലൈസൻസ് ആർക്കും സാധാരണഗതിയിൽ ഇല്ല. അത് കൈകാര്യം ചെയ്യുന്നത് വേണ്ട വിധത്തിലല്ല. നമ്മളിവിടെയുള്ള സാധാരണ പടക്കത്തിൽ പോലും ഇതെങ്ങനെ വ്യാപകമായി എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാരണവശാലും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമൊന്നും വേണ്ട വിധത്തിൽ ഇടപെടാത്തതിൻ്റെ ഒരു കാരണം ഈ ബോംബ് നിർമ്മാണമാണ്. ബോംബ് നിർമ്മാണത്തിന് ട്രെയിനിങ് കൊടുക്കുന്ന സംഘടനകളൊക്കെ ഇവിടെയുണ്ട്. ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ആളുകൾ എന്നോട് ഒരു കേസിൽ ഒരു പ്രതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ബോംബ് നിർമ്മാണം പഠിക്കാനായിട്ട് കണ്ണൂർ പോയിരുന്നു. ആ ജില്ലയിൽ അന്ന് ആ പ്രതി പറഞ്ഞത്, ബോംബിൻ്റെ ഒരു ഉണ്ടായാൽ അത് ഞങ്ങൾ 3 പേരറിയാതെ ഉണ്ടാവത്തില്ലെന്നാണ്. കാരണം ഉണ്ടാക്കാൻ അറിയാവുന്ന അന്ന് 2000 സമയമാണ്. ഞങ്ങൾക്ക് 3 പേർക്ക് ഈ ജില്ലയിൽ അന്ന് ബോംബ് ഉണ്ടാക്കാൻ അറിയാവും. അത്രയ്ക്ക്, അതായത് ഇൻ്റലിജൻസ് പോലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാറില്ല. മറ്റ് ജില്ലകളിൽ നിന്ന് ആളുകൾ ബോംബ് നിർമ്മാണം പഠിക്കുന്നതിനായിട്ട് വിദൂര ജില്ലകളിൽ പോയി പഠിച്ചു വരുന്ന സാഹചര്യം കേരളത്തിലുണ്ട്. ഇപ്പോൾ പക്ഷേ എല്ലാ ജില്ലകളിലുമൊക്കെ ആയിട്ടുണ്ടാവും. ഇത് ഞാൻ 2000 കാലഘട്ടത്തിലെ ഒരു ഇൻസ്റ്റൻസാണ് പറഞ്ഞത്. കാരണം അന്ന് ആ പ്രതി പറഞ്ഞതാണ്, ഞങ്ങൾ 3 പേരറിയാതെ ഈ ജില്ലയിൽ ഒരു ബോംബ് പൊട്ടത്തില്ല, കാരണം ഞങ്ങൾക്ക് 3 പേർക്ക് ഇത് ഉണ്ടാക്കാൻ അറിയാവും. ഇക്കാര്യത്തിൽ നമ്മുടെ പോലീസ് സംവിധാനം വളരെ ഇരുട്ടിലാണ്. ജില്ലാ ഭരണകൂടവും വളരെ ഇരുട്ടിലാണ്. ഞാൻ പോലീസ് ആസ്ഥാനത്തൊരു വിവരാവകാശം ഇത് സംബന്ധിച്ച് ഈ കോറികളിലൊക്കെ ഉപയോഗിക്കുന്ന ലൈസൻസുകളുമായി ബന്ധപ്പെട്ടും ക്ഷേത്രങ്ങളിലെ ഈ പറയുന്ന ലൈസൻസുകളുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. SPIO അപ്പീൽ അതോറിറ്റോ ഒന്നും യാതൊരു മറുപടിയും തന്നില്ല. അവരിത് ചോദ്യമാണെന്ന് എഴുതി. ഇനി മറ്റൊരു വിവരാവകാശ അപേക്ഷ എക്സ്പ്ലോസീവ് ഫയൽ സംബന്ധിച്ച് നമ്മുടെ തിരുവനന്തപുരം റൂറൽ SP സുദർശനന് കൊടുത്തിരുന്നു. പുള്ളി ഇപ്പോൾ എനിക്ക് തോന്നുന്നു എറണാകുളം റൂറൽ SP ആണെന്ന് തോന്നുന്നു, അവിടുന്ന് മാറിപ്പോയെന്ന്. പുള്ളി ഇതിന് മറുപടിയൊന്നും തന്നില്ല. ഞാൻ ആ ഫയൽ ഉൾപ്പെടെ ചോദിച്ചു, പുള്ളി മറുപടി തന്നില്ല. സമാനമായ സ്ഥിതിയാണ് നമ്മുടെ കളക്ട്രേറ്റുകളിൽ. ചുക്കെന്തോ ചുണ്ണാമ്പെന്തോ എന്ന് അറിയില്ല എന്ന് ഒരു കാര്യത്തെപ്പറ്റി നമ്മുടെ ഒരു മുൻ ഭക്ഷ്യ മന്ത്രി പറഞ്ഞു. അതാണ് പോലീസിൻ്റെ സ്ഥിതി. കളക്ട്രേറ്റ് ചോദിച്ചപ്പം കോമ്പിറ്റൻ്റ് അതോറിറ്റിയായ കളക്ടർ ഈ അപേക്ഷ എടുത്ത് ജിയോളജി വകുപ്പിന് കൊടുക്കുകയാണ്. ഇതാണ് സ്ഥിതി. ജിയോളജി വകുപ്പിന് എക്സ്പ്ലോസീവ് ലൈസൻസുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യവുമില്ല. ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം, ഇനി ഇത് ഞാനീ പറഞ്ഞ 3 വിഷയങ്ങൾ കമ്മീഷൻ്റെ പരിഗണനയല്ല. ഇനി കമ്മീഷൻ ഈ അപേക്ഷ കമ്മീഷൻ ഓഫീസിൽ നിന്ന് കാണാതായില്ല എങ്കിൽ, കാരണം എൻ്റെ അപേക്ഷ തന്നെ കാണാതായിട്ടുണ്ട്, ഞാൻ അതിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാതായില്ലെങ്കിൽ അവരൊരു പക്ഷേ ഒരു 5 വർഷം കഴിഞ്ഞ് ഈ പരാതി നിലവിലുണ്ടോ എന്ന് എന്നോട് ചോദിക്കും. ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ രേഖാമൂലം അറിയിക്കാൻ പറയും കമ്മീഷന്. അറിയിച്ചില്ലെങ്കിൽ അവിടെ തീർന്നു, പരാതി തീർന്നു. ഏത് നിയമപ്രകാരം ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വായിച്ച വിവരാവകാശ നിയമത്തിലൊന്നും ഇത് കണ്ടിട്ടുമില്ല. ഇവർ പ്രത്യേകം കമ്മീഷൻ വരുന്നവർക്ക് പ്രത്യേക നിയമമാണ്. കാരണം ഇത് വിവര നിഷേധ കമ്മീഷനാണ്. അതല്ല എങ്കിൽ 5 കൊല്ലം കഴിഞ്ഞ് ചിലപ്പോൾ കണ്ടുപിടിക്കുക ഇതിൽ 1 അപ്പീൽ കൊടുത്തോ ഇല്ലയോ എന്ന് ആദ്യം നോക്കുക. ഇത് എങ്ങനെ തള്ളാവുന്നതാണ് നോക്കുന്നത്. വിവരം കൊടുക്കാനല്ല അവർ ശ്രമിക്കുന്നത്. 1 അപ്പീൽ കിട്ടിയില്ലെങ്കിൽ ഇത് നിങ്ങൾ 1 അപ്പീൽ കൊടുത്തിട്ട് വീണ്ടും വരാൻ പറയാം 5 കൊല്ലം കഴിഞ്ഞ്. ഇനി അതല്ലെങ്കിൽ ഇവരൊന്ന് ഹിയർ ചെയ്യണമെങ്കിൽ ഈ നോട്ടീസ് കഴിഞ്ഞ് പിന്നെ 1 കൊല്ലം കൂടെ എടുക്കും. 1 കൊല്ലം കൂടെ എടുത്ത് ഹിയർ ചെയ്താൽ പിന്നെ ഇതിന് ഇവരുടെ തീരുമാനം കിട്ടണമെങ്കിൽ പിന്നെ ഒരു 6-7 മാസം കൂടെ എടുക്കും. അങ്ങനെ ഒരു പരമദയനീയമായ കമ്മീഷനാണ്. ഇതിന് ഏക പോംവഴി എന്ന് പറയുന്നത് ചുമതലക്കാരായ ഉദ്യോഗസ്ഥരെ കേസിൽ പ്രതിയാക്കുകയും സർക്കാർ കൊടുത്ത തുക
ഈ വിഷയങ്ങളിൽ സർക്കാർ കൊടുത്ത തുക വീഴ്ച വരുത്ത ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കണം. അതിനേതായാലും നമ്മുടെ രാഷ്ട്രീയ ഭരണകൂടം അനുവദിക്കത്തില്ല. കാരണം അവരാണ് ഇതിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്ന അവരാണ്, കട്ടന് പിറകിൽ അവരാണ്. ഇതല്ല ഇതിനൊരു പോംവഴിയില്ല. അല്ലെങ്കിൽ ആളുകൾ ഇനിയും കൊല്ലപ്പെടും. ഓരോ വർഷവും നമ്മൾ ഓരോ ആക്സിഡൻറ്റ് കഴിയുമ്പോഴും സർക്കുലർ ഇറക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എന്താണ് നടക്കുന്നതെന്ന് ബാക്കിയുള്ള ആളുകൾ, സാധാരണ ജനങ്ങൾ അറിയട്ടെ. നന്ദി, നമസ്കാരം. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.